ഹലോ ആൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലിങ്ക് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ബൈനറി ട്രീ ആണ്. നമ്മൾ ബൈനറി ട്രീയെ അറേ റെപ്രസെൻറ്റേഷൻ പഠിച്ചു. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ലിങ്ക് ലിസ്റ്റിൽ എങ്ങനെ ബൈനറി ട്രീയെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ലിങ്ക് ലിസ്റ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡേറ്റ പാർട്ട് വേണം. ദെൻ അത് കഴിഞ്ഞ് ലെഫ്റ്റിലോട്ട് കുറച്ച് ചൈൽഡ് കാണും, റൈറ്റിലോട്ട് ഒരു ചൈൽഡ് കാണും. അപ്പോൾ റൈറ്റിലേക്ക് പോയിൻ്റ് ചെയ്യാൻ വേണ്ടി ഒരു റൈറ്റ് ആയിട്ട് ഒരു ലിങ്കും ലെഫ്റ്റിലേക്ക് പോയിൻ്റ് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് ലിങ്കും. ഈ റൈറ്റ് ലിങ്കിൻ്റെയും ലെഫ്റ്റ് ലിങ്കിൻ്റെയും പ്രത്യേകത എന്താ? അതിൻ്റെ അകത്ത് വീണ്ടും എന്ത് കാണും? ട്രീയുടെ ഓരോ നോഡ്, ട്രീയുടെ ഒരു നോഡിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന. ഓരോ നോഡിനും മൂന്ന് ലൊക്കേഷൻസ് കാണും. ഒന്നെന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലോട്ട് പോകാനുള്ള പോയിൻ്റർ, റൈറ്റിലോട്ട് പോകാനുള്ള പോയിൻ്റർ, ഒന്നെന്ന് പറഞ്ഞാൽ ഡേറ്റ് അതിൻ്റെ പിന്നെ സെൻറ്ററിലായിരിക്കും ഡേറ്റ. ഇനി ലെഫ്റ്റിലോട്ട് പോകാനുള്ള ലിങ്ക് എന്ന് പറയുമ്പോൾ അതിൽ വീണ്ടും ഒരു നോഡ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം? സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ LC എന്ന് പറയാം, മറ്റേ സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ RC എന്ന് പറയാം. എന്നിട്ട് ഇതിന് ഡേറ്റ പാർട്ട് എന്ന് പറയുന്നത് സ്ട്രക്ചർ നോഡിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ എന്ന് പറയുന്നത് നോഡിൻ്റെ എലമെൻ്റ് ഇരിക്കുന്നതിനെയാണ് ഡേറ്റ പാർട്ട്, ലെഫ്റ്റ് ചൈൽഡ് റൈറ്റ് ചൈൽഡ് എന്ന് പറയാം. ഓക്കെ, ഓരോ ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് എഴുതാം. K എന്നുള്ളതാണ് നമ്മുടെ ലൊക്കേഷൻ. ഇനി നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഇതാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളായി പറഞ്ഞിരിക്കുന്ന ലിങ്ക് ലിസ്റ്റ് വെച്ച് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഞാൻ ആദ്യം ഒരു ബൈനറി ട്രീ വരച്ചിരിക്കുകയാണ്. കണ്ടോ, ബൈനറി ട്രീ എന്ന് പറയുന്നത് 4, 2, 7 ഇങ്ങനെയാണ് ബൈനറി ട്രീ. അപ്പോൾ ആദ്യത്തെ എനിക്ക് ലിങ്ക് ലിസ്റ്റ് എടുക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? നോഡ് വരച്ചു. അതിൻ്റെ അകത്ത് 4 ആണ് എൻ്റെ ഇത്. ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ടും പോയി. ലെഫ്റ്റിലോട്ട് ആരൊക്കെ ഉണ്ട്? 2. ഉടനെ 2 വരച്ചു. അതിന് ലെഫ്റ്റും റൈറ്റും വരും. അത് 1 ഉം 3. ദെൻ 1-ന് നോക്കിയേ, ലെഫ്റ്റ് ഇല്ല. ഓക്കെ, ലെഫ്റ്റ് ഇല്ലെങ്കിൽ അവിടെ അപ്പോഴേ നമ്മൾ ക്രോസ് ചെയ്യും, അല്ലെങ്കിൽ നള്ളെന്ന് എഴുതും, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതും. ഓക്കെ, ലെഫ്റ്റ് ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഒരു ചൈൽഡിൻ്റെ ലെഫ്റ്റ് എന്ന് പറയുന്ന നോഡ് ഇല്ലെങ്കിൽ ഒന്നേ ഇവിടെ ക്രോസ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാം. ഇതും അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ നള്ളെന്ന് എഴുതാം. അതിൻ്റെ അർത്ഥം ആ ചൈൽഡ് ഇല്ല, ആ പാരൻറ്റിന്, ആ നോഡിന് ആ ചൈൽഡ് ഇല്ല എന്നാണ് എൻ്റെ മീനിങ്. അടുത്തെന്ന് പറയുന്നത് 1-ന് റൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ റൈറ്റ് എഴുതി. ഓക്കെ, ഇനി ഇതിന് ലെഫ്റ്റും റൈറ്റും ഉണ്ടോ? ഇല്ല. ലീഫ് നോഡിന് രണ്ടും നള്ളാവും. ഓക്കെ, ലെഫ്റ്റ് റൈറ്റും ലീഫ് നോഡ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് ഇല്ലാത്ത നോഡിനെയാണ് ലീഫ് നോഡ് എന്ന് പറയുന്നത്. അതിന് രണ്ടും നള്ളായി. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് എന്താണ്? 3. ഓക്കെ, 3ക്ക് എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് ചൈൽഡ് എഴുതി. ദെൻ റൈറ്റ് ചൈൽഡ് ഇല്ല. ദെൻ അടുത്ത നമ്മളെന്ന് പറയുന്നത് അടുത്ത 7-ന് ലെഫ്റ്റ് ചൈൽഡ് ഇല്ല. റൈറ്റ് ചൈൽഡ് നമ്മൾ എഴുതി. 9-ന് റൈറ്റ് ലെഫ്റ്റേ ഉള്ളൂ, റൈറ്റിൽ നള്ളെന്ന് എഴുതി. ഇങ്ങനെയാണ് നമ്മുടെ ലിങ്ക് ലിസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇല്ലാത്തതിനെല്ലാം നള്ളെന്ന് കൊടുക്കും, ഉള്ളതിൽ നിന്നെല്ലാം ലിങ്ക് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കും. ഇത് വേറൊരു എക്സാമ്പിളാണ്. ഇതെങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കിക്കേ. പ്ലസ്സിൽ നിന്ന് മൈനസിൽ നിന്ന് 2 പോയി എയും ബിയും. എക്കും ബിക്കും പിന്നെ ഇല്ലാത്തതുകൊണ്ട് 2 നള്ളാക്കി. ദെൻ അടുത്ത സ്റ്റാർ വന്നു, സ്റ്റാറിൽ നിന്ന് 2 പോയി. ദെൻ അതിന് ഇല്ലാത്തതെല്ലാം ക്രോസ് ചെയ്ത് കൊടുക്കുക. ഡിക്കും ഇക്കും ലീഫ് നോഡ് ആയതുകൊണ്ട് അതിന് എന്തില്ല? റെപ്രസെൻറ്റേഷൻ ഇല്ല. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ. ഇത് ശരിക്കും ഏത് എക്സ്പ്രഷൻ്റെതാണ് ഈ എഴുതിയിരിക്കുന്നതെന്ന് പറയാമോ? നമുക്കിപ്പോൾ ഇതിൽ നിന്ന് എക്സ്പ്രഷൻ എഴുതാൻ എളുപ്പമാണ്. എങ്ങനെയെന്ന് അറിയാമോ? ആദ്യം ഞാൻ എയും ബിയും കൂടെ ഇത് ചെയ്യും, A-B. അതാണ് എൻ്റെ ഒരു ഇത്. ദെൻ പ്ലസ് അടുത്ത് ഇവിടുത്തെ മൊത്തത്തിനെ നമ്മൾ എടുക്കാം. ഇവിടുത്തെ മൊത്തത്തെ എടുക്കുമ്പോൾ ഇത് ആദ്യം എടുക്കണം. D⁻E, പിന്നെ സ്റ്റാർ C, അതിനെ മൊത്തത്തിൽ പ്ലസ് ചെയ്തു. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ എക്സ്പ്രഷൻ. നമുക്കിനി പഠിക്കാനുണ്ട് എക്സ്പ്രഷൻ എഴുതാൻ. അപ്പോൾ അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത്, ഈ എക്സസൈസ് എല്ലാം നോട്ട്സിൽ എഴുതിയിരിക്കണം. ഇതിൻ്റെ ആൻസർ വേണം. ഓക്കെ, റെപ്രസെൻറ്റ് യൂസിങ് അറേ ആൻഡ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഇതിനെ അറേയിൽ റെപ്രസെൻറ്റ് ചെയ്യണം, ലിങ്ക്ഡ് ലിസ്റ്റിൽ റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, അറേയിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ലിങ്ക്ഡ് ലിസ്റ്റിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് ഉള്ളത് നോക്കുക. ഇത് അറയ്ക്കകത്ത് വെച്ചിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം. കറക്റ്റായിട്ട് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെൻറ്റേഷനും കാണിക്കുക. ഒരെണ്ണം കാണിച്ചിരിക്കാം. 5 ലെഫ്റ്റ് ഉണ്ടോ? ഇല്ല. റൈറ്റിൽ വീണ്ടും 10-ൻ്റെ ലെഫ്റ്റ് ഇല്ല. ദെൻ റൈറ്റിൽ വീണ്ടും 15-ൻ്റെ ലെഫ്റ്റും ഇല്ല, റൈറ്റും ഇല്ല, 2 നള്ളാക്കി. ഇതാണ് ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ ആദ്യത്തെ ട്രീയുടെ. ഇനി അതിൻ്റെ അറേ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം 5, ഇത് നള്ള്, ദെൻ 10, ദെൻ അടുത്തെന്ന് പറയുന്നത് നള്ള്, ദെൻ നെക്സ്റ്റ് നള്ള്, അത് കഴിഞ്ഞ് 15. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് എത്രാമത്തെയാണ്? തേർഡിൻ്റെ റൈറ്റ് മാത്രമേ ഉള്ളൂ. 3 × 2 + 1, അതായത് 7 എന്ന് പറയുന്ന ലൊക്കേഷനിൽ പിന്നെ കാണത്തുള്ളൂ. ഓക്കെ, 4, 5, 6, 7 അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്.
ദെൻ അതനുസരിച്ച് ബാക്കിയുള്ളത് എഴുതുക. ഇനി ഒരു സ്പെഷ്യൽ ട്രീ ആണ് ബൈനറി ട്രീയുടെ ഒരു ഓപ്പറേഷനാണ്, സ്പെഷ്യലായിട്ട് വരുന്ന ഒരു ഓപ്പറേഷനാണ് ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ട്രാവേഴ്സൽ. ബൈനറി ട്രീ ട്രാവേഴ്സൽ എങ്ങനെയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ബൈനറി ട്രീയെ എല്ലാ നോഡിനെയും വിസിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ട്രാവേഴ്സ് എന്ന് പറയുന്നത്. ആ വിസിറ്റ് ചെയ്ത നോഡ്സിൻ്റെ വാല്യൂസ് പ്രിൻറ്റ് ചെയ്യുക, അതിനെയാണ് ട്രാവേഴ്സ് എന്ന് പറയുന്നത്. ട്രാവേഴ്സ് ചെയ്യുന്ന എപ്പോഴും ലിങ്ക് യൂസ് ചെയ്ത് അല്ലെങ്കിൽ എഡ്ജ് യൂസ് ചെയ്ത് മാത്രമേ എനിക്ക് ട്രാവേഴ്സ് ചെയ്യുന്ന. സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നമ്മൾ റൂട്ട് നോഡിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെ ട്രാവേഴ്സൽ. അത് പല രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാം നോഡ്സിനെ. അങ്ങനെ നമ്മൾ ആക്സസ് ചെയ്യുന്ന 3 മെത്തേഡ്സാണ് ഈ പറഞ്ഞിരിക്കുന്നത്: പ്രീ ഓർഡർ, ഇൻ ഓർഡർ, പോസ്റ്റ് ഓർഡർ. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബൈനറി ട്രീ ആണ് ഇത്. ഞാനൊരു സിമ്പിളായിട്ടൊരു ബൈനറി ട്രീ വരച്ചിരിക്കുന്നതാണിത്. ഇതിനെ നമ്മൾ എങ്ങനെ എക്സ്പ്രഷനിൽ എഴുതാമെന്നറിയോ? ഇതിന് നമ്മൾ എഴുതുമ്പോൾ എ മൈനസ് ബി, എ മൈനസ് ബി ആണ്. ആദ്യം ഞാൻ മൈനസിനെ എടുക്കും, ദെൻ എ ലെഫ്റ്റ് സൈഡ്, ബി റൈറ്റ് സൈഡിലായിട്ട് ഒരു ഇതിനെ എക്സ്പ്രഷനെയാണ് ഈ ട്രീ ആയിട്ട് വരച്ചിരിക്കുന്നത്. അപ്പം ഈ ട്രീയെ നമ്മൾ എങ്ങനെ എടുത്താൽ തിരിച്ച് നമുക്ക് ഈ രീതി കിട്ടും? ലെഫ്റ്റ് എടുത്ത് റൂട്ട് എടുത്ത് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായി മാറി? അതിൻ്റെ കറക്റ്റ് ഓർഡർ കിട്ടും. അതിനെയാണ് ഇനോർഡർ എന്ന് പറയുന്നത്. ഇനോർഡർ എന്ന് പറഞ്ഞാൽ ട്രീയുടെ ലെഫ്റ്റ് എടുക്കുക, ദെൻ ട്രീയുടെ നോഡ് എടുക്കുക, ദെൻ റൈറ്റ് എഴുതി കഴിഞ്ഞാൽ അത് ഇനോർഡർ. നോക്കിക്കേ, ഇതിൻ്റെ ഇനോർഡർ എന്ന് വെച്ചാൽ ലെഫ്റ്റ് എടുത്തു, ദെൻ നോഡ് എടുത്തു, ദെൻ റൈറ്റ് എടുത്താൽ അത് ഇനോർഡർ. ഇനി അടുത്തത് ഈ ട്രീയുടെ തന്നെ നമ്മൾ അടുത്തത് വയ്ക്കുകയാണ്. അടുത്ത ഞാൻ നോക്കിയേ, ആദ്യം ഞാൻ ലെഫ്റ്റ് എടുത്തു, ആദ്യം ഞാൻ നോഡ് എടുത്തു, അത് കഴിഞ്ഞ് ഞാൻ ലെഫ്റ്റ് എടുത്തു, അത് കഴിഞ്ഞ് ഞാൻ റൈറ്റ് എടുത്തു. ആ എക്സ്പ്രഷൻ്റെ പ്രീ ഓർഡർ എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ നോഡിന് മാത്രമേ, അത് റൂട്ടിന് മാത്രമേ വ്യത്യാസം. ഓപ്പറേറ്റർ അവസാനം ആദ്യം വന്നാൽ അത് പ്രീ ഓർഡർ. ഓക്കെ, ഓപ്പറേറ്റർ ആദ്യം വരിക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ റൂട്ട് ആദ്യം എഴുതി കഴിഞ്ഞാൽ ഓപ്പറേറ്റർ ആദ്യം വന്നു, പിന്നെ ലെഫ്റ്റും റൈറ്റും എഴുതുക. ഇനി ഇതിൻ്റെ പോസ്റ്റ് ഓർഡർ എങ്ങനെ എഴുതണം? ഇതെങ്ങനെയായിരിക്കും എഴുതുന്നത്? എ, അത് കഴിഞ്ഞ് ബി, അത് കഴിഞ്ഞ് മൈനസ് വന്നാൽ പോസ്റ്റ് ഓർഡർ. ഓക്കെ, ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ എഴുതും. ഓപ്പറേറ്റർ എപ്പോഴും ഓപ്പറേറ്റർ അനുസരിച്ചാണ് പ്രീ ഓർഡർ പോസ്റ്റ് ഓർഡർ പറയുന്നത്. ഓപ്പറാൻഡിൻ്റെ മുന്നിലാണെങ്കിൽ പ്രീ ആയിട്ട് വരുന്നെങ്കിൽ, പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഡിഗ്രിക്ക് മുമ്പേ ഉള്ളതിനെയാണ് പ്രീ എന്ന് പറയുന്നത്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ശേഷം, പോസ്റ്റ് ഓപ്പറേഷന് ശേഷം കിടത്തുന്ന സ്ഥലം പോസ്റ്റ് ഓപ്പറേഷൻ വാർഡ്. പ്രീ ഓപ്പറേഷൻ വാർഡ്, അതായത് ഓപ്പറേഷന് മുമ്പ് കിടക്കുന്ന വാർഡിനെ പ്രീ ഓപ്പറേഷൻ. അതുപോലെ തന്നെ ഓപ്പറാൻഡിൻ്റെ മുമ്പ് ആണ് ഓപ്പറേറ്റർ വരുന്നതെങ്കിൽ അതിനെ പ്രീ എന്നും പറയും. ഓപ്പറാൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓപ്പറേറ്റർ വരുന്നാൽ അതിനെ പോസ്റ്റ് എന്നും പറയും. ഇൻ ബിറ്റ്വീൻ വന്നാൽ ഇൻഫിക്സ് എന്ന്, ഇൻ ഓർഡർ എന്നല്ലെങ്കിൽ ഇന്നെന്ന് പറയാം. ഇൻ ഓർഡർ, ഇൻഫിക്സ്, പോസ്റ്റ് ഫിക്സ്, പ്രീഫിക്സ് എന്നെല്ലാം പറയുന്നത്. നമ്മുടെ ട്രീയിൽ വരുമ്പോൾ നമ്മൾ ഓർഡർ എന്നാണ് പറയുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ റൂട്ട് എഴുതി കഴിഞ്ഞാൽ അതിനെയാണ് പ്രീ ഓർഡർ. ഓക്കെ, റൂട്ട്, അത് കഴിഞ്ഞ് ആദ്യം റൂട്ട്, അത് കഴിഞ്ഞ് നമ്മൾ ലെഫ്റ്റിലുള്ള ട്രീ എഴുതി, പിന്നെ നമ്മൾ റൈറ്റിലുള്ള ട്രീ എഴുതി. അതാണ് ഫസ്റ്റ് പ്രീ ഓർഡർ. ഇൻ ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് എഴുതും? ലെഫ്റ്റിലുള്ളത് എഴുതും, പിന്നെ റൂട്ട് എഴുതി, പിന്നെ റൈറ്റിലുള്ളത് എഴുതി. ഇനി അടുത്ത പോസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം ലെഫ്റ്റിലുള്ള എഴുതി, പിന്നെ റൈറ്റിലുള്ള എഴുതി, പിന്നെ റൂട്ട് ലാസ്റ്റ് വന്നാൽ അത് പോസ്റ്റ് ഓർഡർ, റൂട്ട് നടുക്ക് വന്നാൽ ഇൻ ഓർഡർ, റൂട്ട് ആദ്യം വന്നാൽ പ്രീ ഓർഡർ, പിന്നെ എല്ലാം ലെഫ്റ്റ് റൈറ്റ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഇത് മനസ്സിലാക്കാൻ പണ്ടൊക്കെ ഞങ്ങൾ പഠിക്കുമ്പം ഞങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്ന കോഡാണിത്. അതുകൊണ്ടാണ് ഞാൻ ഈ കോഡും കൂടെ എഴുതിയത്. ഇത് മനസ്സിലാവുമെങ്കിൽ എഴുതിയാൽ മതി, ചിലർക്കൊന്നും ഇത് മനസ്സിലാവില്ല. ഇത് എന്നെന്ന് ഉദ്ദേശിക്കുന്ന റൂട്ടാണ്. ദെൻ എൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ്, ആർ എന്ന് പറഞ്ഞാൽ റൈറ്റ്. അപ്പം ആദ്യം നോഡ് വന്നു, പിന്നെ ലെഫ്റ്റും റൈറ്റും വന്നാൽ ആദ്യം റൂട്ട്, പിന്നെ ലെഫ്റ്റും റൈറ്റും. റൂട്ടിന് പകരമാണ് എന്നെന്ന് എഴുതിയിരിക്കുന്നത്. ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് പഠിച്ചാൽ മതി. ഇത് മനസ്സിലാക്കിയെങ്കിൽ ഇത് പഠിക്കാം. അല്ല, ചിലർ കോഡ് യൂസ് ചെയ്ത് പഠിക്കുന്നവർക്കാണെങ്കിൽ ഇത് പഠിക്കാനായിരിക്കും എളുപ്പം. ആദ്യം NLR, പിന്നെ ഈ N നടുക്ക് വരണം. അപ്പം ഇങ്ങനെ വന്നു. അടുത്ത ഓർഡറിൽ ഇത് തിരിച്ചങ്ങ് അവസാനം പോകണം. ഇത് പ്രീ, ഇൻ, പോസ്റ്റ്, ഇങ്ങനെയാണ് അതിൻ്റെ അകത്ത് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ആ ബൈനറി ട്രീയുടെ ഇൻ ഓർഡർ എങ്ങനെയാണെന്ന് നോക്കാം. പ്രീ ഓർഡർ ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ റൂട്ടിനെ വിസിറ്റ് ചെയ്യും. ഇൻ ഓർഡർ ആണെങ്കിൽ റൂട്ട് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ റിസൾട്ട് ചെയ്യും. ഇന്നിലായിരിക്കും, ഇൻ ബിറ്റ്വീനിൽ ചെയ്യുമ്പോഴത്തേക്കാണ് അതിനെ ഇൻ ഓർഡർ എന്ന് പറയുന്നത്. പോസ്റ്റ് ഓർഡർ എന്ന് വെച്ചാൽ റൂട്ട് വിസിറ്റ് ചെയ്യുന്ന അവസാനമാണെങ്കിൽ അതിനെ പോസ്റ്റ് ഓർഡർ എന്ന് പറയും. ഇത് നമുക്ക് അരിത്തമെറ്റിക് എക്സ്പ്രഷനിൽ ഇൻഫിക്സ്, പോസ്റ്റ് ഫിക്സ്, പ്രിഫിക്സിനെ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ ഇൻ ഓർഡറിൽ ചെയ്താൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി അതിൻ്റെ
അൽഗോരിതം പറയുന്നത് പ്രീ ഓർഡർ ട്രാവേഴ്സിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ പറയുന്നു. ഫസ്റ്റ് റൂട്ട് വിസിറ്റ് ചെയ്യുക, ദെൻ ട്രാവേഴ്സ് ചെയ്യുക, ലെഫ്റ്റ് സബ് ട്രീ ട്രാവേഴ്സ് ചെയ്യുക, ദെൻ അത് എന്ന് പറയുന്നത് പ്രീ ഓർഡറിൽ ട്രാവേഴ്സ് ചെയ്യുക, അത് കഴിഞ്ഞ് റൈറ്റ് സബ് ട്രീ പ്രീ ഓർഡർ ട്രാവേഴ്സ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം നോക്കണം. അതായത് അതെന്താ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞുതരാമേ. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് പ്രീ ഓർഡറിലാണ് ട്രാവേഴ്സ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതെങ്ങനെ ട്രാവേഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. പ്രീ ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം നോഡ് എഴുതും. അപ്പോൾ ഞാൻ ആദ്യം ഈ നോഡ് അങ്ങ് എഴുതി. ഇനി എൻ്റെ ലെഫ്റ്റ് ചൈൽഡ് എഴുതാൻ പോകുന്നത് ഇത്രയാണ് എൻ്റെ ലെഫ്റ്റ് ചൈൽഡ്. ഈ ലെഫ്റ്റ് ചൈൽഡിൽ ആദ്യം ഞാൻ എഴുതുന്നത് എന്തായിരിക്കും? നോഡായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഈ നോഡ് എഴുതി, ബി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലെഫ്റ്റ് എഴുതാൻ വരുമ്പോൾ അവിടെ ആദ്യം എഴുതുന്ന നോഡായിരിക്കും, നോഡ് എഴുതി. ദെൻ അതിൻ്റെ ലെഫ്റ്റ് എഴുതാൻ വരുമ്പോൾ ലെഫ്റ്റ് ഇല്ല. ദെൻ നോഡ് എഴുതി കഴിഞ്ഞു. ദെൻ അതിൻ്റെ റൈറ്റ് എഴുതാൻ വരുമ്പോൾ റൈറ്റ് ഇല്ല, അപ്പോൾ അത് എഴുതണ്ട. തിരിച്ച് വീണ്ടും മേളിൽ വരുമ്പോൾ ബി വിസിറ്റ് ചെയ്താണ്, നോഡ് വിസിറ്റ് ചെയ്തു, ലെഫ്റ്റ് കഴിഞ്ഞു എന്നർത്ഥം. ഇനി അതിൻ്റെ റൈറ്റ് നോക്കും. റൈറ്റ് നോക്കുമ്പോൾ ഡി നോഡ് എഴുതി, ദെൻ ലെഫ്റ്റ് ഇല്ല, റൈറ്റ് ഇല്ല. സോ ഇവിടെ നിന്ന് വീണ്ടും മേളിൽ പോകുമ്പോൾ ബി വിസിറ്റ് ചെയ്തു, ബിയുടെ റൂട്ട് വിസിറ്റ് ചെയ്യണം. ഓക്കെ, ബിയുടെ റൂട്ട് നമ്മൾ ആൾറെഡി വിസിറ്റ് ചെയ്തു. അപ്പോൾ ഇനി അവിടുത്തെ ലെഫ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി റൈറ്റാണ് ചെയ്യാനുള്ള. റൈറ്റിൽ നമ്മൾ എന്താ എഴുതുന്നത്? സോറി, ഇത് ഇ ആയിരിക്കുമേ, ഇ എന്ന് എഴുതും. ഓക്കെ, ഇ എന്ന് എഴുതി. ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റും ഉണ്ടോ? ഇല്ല. ഇതാണ് പ്രീ ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പോൾ ലെഫ്റ്റിലോട്ടും പ്രീ ഓർഡർ ട്രാവേഴ്സ് ചെയ്യണം, റൈറ്റിലോട്ടും പ്രീ ഓർഡർ ട്രാവേഴ്സ് ചെയ്യണം. അതിന് ഒരു എക്സാമ്പിളാണ് പറയുന്നിരിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂട്ട് നോഡ് എന്ന് പറയുന്നതാണ് ഇത്. ഓക്കെ, ആദ്യം നമ്മൾ പ്രീ ഓർഡറിൻ്റെ പ്രത്യേകത എന്താ? ആദ്യം റൂട്ട് എഴുതും അല്ലേ. അപ്പോൾ ആദ്യം ഞാൻ എ എഴുതി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലെഫ്റ്റിൽ അത് മൊത്തം നോക്കാൻ പോവുകയാണ്. ലെഫ്റ്റിൽ കയറിയാൽ ലെഫ്റ്റിൻ്റെ ആദ്യത്തെ നോഡ് എഴുതും. ഓക്കെ, ഏതാ? റൂട്ട് നോഡ് എഴുതി. അപ്പോൾ ബി എഴുതി. അതിൻ്റെ ലെഫ്റ്റ് നോക്കും. ലെഫ്റ്റ് നോക്കുമ്പോൾ എന്താ വരുന്നത്? ഡി ആണ്. ഓക്കെ, അതിൻ്റെ റൂട്ട് നോഡ് എഴുതി ഡി. അതിന് ലെഫ്റ്റ് ഇല്ല, റൈറ്റ് ഇല്ല. തിരിച്ച് അവിടെ നിന്ന് ബിയിലോട്ട് പോകും. ബി ആൾറെഡി വിസിറ്റഡ് ആണ്. സോ അതിൻ്റെ റൈറ്റ് നോക്കി ഇ എഴുതി. ഈ ആൾറെഡി ദെൻ ഇക്ക് ലെഫ്റ്റും റൈറ്റും ഇല്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിലോട്ട് നോക്കില്ല. പിന്നെ വീണ്ടും ട്രാവേഴ്സൽ ചെയ്തു. അവിടെ നിന്ന് മേളിലോട്ട് വന്നു. ഇവിടെ വന്നു. ഇവിടെ നിന്ന് പിന്നെയും നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ റൈറ്റ് നോക്കി. ഓക്കെ, എ ട്രാവേഴ്സ് ചെയ്ത് റൈറ്റിൽ വരുമ്പോൾ ഇതാണ് നോഡ് എഴുതി. നോഡിൻ്റെ ലെഫ്റ്റ് എഴുതി. ദെൻ അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് വരുമ്പോൾ നോഡിൻ്റെ റൈറ്റ്, അങ്ങനെ റൈറ്റ് എഴുതി. ഇതാണ് പ്രീ ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറയുന്ന അൽഗോരിതം ഈ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ റൂട്ടിനെയാണ് PTR എന്ന് പറയുന്നത്. PTR എന്ന് പറയുന്ന നള്ളല്ലെങ്കിൽ നമ്മൾ ആ റൂട്ടിനെ വിസിറ്റ് ചെയ്യും. ദെൻ പ്രീ ഓർഡർ ട്രാവേഴ്സൽ ലെഫ്റ്റിലോട്ട് പ്രീ ഓർഡർ ട്രാവേഴ്സ് ചെയ്യും. ദെൻ റൈറ്റിലോട്ടും പ്രീ ഓർഡർ ട്രാവേഴ്സ് ചെയ്യും. അത് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഇതാണ് ഈ പ്രീ ഓർഡറിൻ്റെ അൽഗോരിതം. അതുപോലെ തന്നെ ഇൻഓർഡർ ആകുമ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യും? ലെഫ്റ്റിലെ ട്രീ എല്ലാം ചെയ്യും. അത് കഴിഞ്ഞ് റൂട്ട് നോഡ് വിസിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് റൈറ്റിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇൻഓർഡർ എന്ന് പറയും. എക്സാമ്പിളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ. ഇതിൻ്റെ അകത്ത് ആദ്യം ഞാൻ എന്ത് ചെയ്യും? ആദ്യം എൻ്റെ ആദ്യം എൻ്റെ ലെഫ്റ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് റൂട്ട് എഴുതത്തില്ല, ലെഫ്റ്റ് വരും. അപ്പോൾ ഇതാണ് ലെഫ്റ്റിൽ ഇത് എഴുതത്തില്ല. ഇതിനും ലെഫ്റ്റ് ഉണ്ടോ നോക്കും. ഉണ്ട്. ഡിക്ക് ലെഫ്റ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ആദ്യം ആരെഴുതും? ഡി എഴുതും. ഓക്കെ, അത് കഴിഞ്ഞ് നോഡ് എഴുതണം. അപ്പം അത് കഴിഞ്ഞ് ബി എഴുതി. അത് കഴിഞ്ഞ് റൈറ്റ് എഴുതി. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഇവിടെ വരും. നോഡ് എഴുതി, റൂട്ട് നോഡ് എഴുതി. ദെൻ അതിൻ്റെ എന്ത് ചെയ്യുന്നു? പാരൻ്റ് എഴുതിയതിന് ശേഷം അതിൻ്റെ റൈറ്റ് ചൈൽഡിലോട്ട് എഴുതണം. റൈറ്റ് ചൈൽഡിൽ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? റൈറ്റ് ചൈൽഡ് അതേപോലെ എഴുതുമോ? ഇല്ല. റൈറ്റ് ചൈൽഡിൻ്റെ ലെഫ്റ്റിലുണ്ടോ നോക്ക്. ലെഫ്റ്റ് ഉണ്ട്, എഫ്. അപ്പോൾ എഫ് എഴുതി. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് ഉണ്ടെങ്കിൽ അതും എഴുതിയിട്ടേ മാത്രമേ പോകത്തുള്ളൂ. ഇതിന് ലെഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തിരിച്ച് മേളിൽ പോയി റൂട്ട് എഴുതി. ദെൻ അത് കഴിഞ്ഞ് അതിൻ്റെ റൈറ്റ് എഴുതി. എപ്പോഴും ഇൻ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എഴുതുന്നത്? ആദ്യമേ നമ്മൾ നേരെ വരുന്ന ലെഫ്റ്റ് എഴുതി, എന്നിട്ട് റൂട്ട് എഴുതി, ദെൻ റൈറ്റ് എഴുതി, ദെൻ ലെഫ്റ്റ് എഴുതി, ദെൻ റൂട്ട് എഴുതി, റൈറ്റ് എഴുതി. ഇവിടെ ലെഫ്റ്റ് എഴുതി, റൂട്ട് എഴുതി, റൈറ്റ് എഴുതി. ഇങ്ങനെയാണ് ഇൻ ഓർഡറിൽ എഴുതുന്നത്. അൽഗോരിതം സെയിം തന്നെ. ഇൻ ഓർഡറിലാകുമ്പോൾ മറ്റേ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുന്നു? റൂട്ട് എന്ന് എഴുതുന്നു അല്ലേ. റൂട്ടിനാണ് വിസിറ്റ് PTR എന്ന് പറഞ്ഞാൽ വിസിറ്റ് PTR നടുക്ക് എഴുതും. ഇൻ ഓർഡർ PTR ലെഫ്റ്റ്, ഇൻ ഓർഡർ PTR റൈറ്റ് എന്ന് എഴുതിയിട്ട് വിസിറ്റ് PTR നടുക്ക് എഴുതും. ഇനി പോസ്റ്റ് ഓർഡർ ആണെങ്കിൽ ലെഫ്റ്റ് ആദ്യം ഓർഡർ ചെയ്തു, ലെഫ്റ്റ് നമ്മൾ ട്രാവേഴ്സ് ചെയ്തു. പോസ്റ്റ് ഓർഡറിൽ റൈറ്റ് നമ്മൾ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സ് ചെയ്തു, നോഡ് വിസിറ്റ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം നമ്മുടെ ലെഫ്റ്റ് എല്ലാം എഴുതും. അപ്പോൾ ഇവിടെ നേരെ വരുമ്പോൾ ഇവിടെയാണ് ലെഫ്റ്റ്. ആദ്യം ഡി എഴുതിയിട്ട് സാധാരണ നമ്മൾ പാരൻ്റ് എഴുതുമോ? ഇല്ല. ഇവിടുത്തെ ലെഫ്റ്റ് എഴുതിയ ഇവിടുത്തെ റൈറ്റ് എഴുതി കണ്ടോ? ഇ എഴുതി. അത് കഴിഞ്ഞ് റൂട്ട് എഴുതത്തുള്ളൂ. ബി എഴുതി. അത് കഴിഞ്ഞ് ഇതിൻ്റെ ലെഫ്റ്റ് കഴിഞ്ഞു. ഇനി റൂട്ട് എഴുതോ? ഇല്ല. അതിൻ്റെ റൈറ്റിലേക്ക് പോകും. റൈറ്റിൽ ആദ്യം റൈറ്റിൽ വന്നിട്ട് ആദ്യം റൈറ്റിൻ്റെ ലെഫ്റ്റ് എഴുതും. റൈറ്റിൻ്റെ ലെഫ്റ്റ് എഫ്.
ഇനി ഇതിൻ്റെ തന്നെ റൈറ്റ് എഴുതുക, റൈറ്റ് ജി, പിന്നെ മാത്രമേ റൂട്ട് എഴുതുള്ളൂ സി, അത് കഴിഞ്ഞ് പാരൻ്റ് എഴുതും. ഇങ്ങനെയാണ് എഴുതുന്നത്. അതിനാണ് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറയുന്ന, ഇതാണ് അതിൻ്റെ അൽഗോരിതം. അപ്പോൾ അൽഗോരിതം എഴുതുമ്പോൾ ആദ്യം എന്ത് എഴുതും? പോസ്റ്റ് ഓർഡർ PTR LC എന്ന് എഴുതും, പോസ്റ്റ് ഓർഡർ PTR RC എന്ന് എഴുതും, അത് കഴിഞ്ഞ് റൂട്ട് നോഡ് വിസിറ്റ് ചെയ്യും. ഓക്കെ, അതിൻ്റെ നോഡ് വിസിറ്റ് ചെയ്യും. ഇനി ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങൾ ചെയ്യാനുള്ള നിങ്ങളുടെ നോട്ടിൽ ഇതിൻ്റെ പ്രീ ഓർഡർ ട്രാവേഴ്സലും ഇൻഓർഡർ ട്രാവേഴ്സലും പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സലും എന്താണെന്നുള്ളത് എഴുതി വയ്ക്കുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇപ്പം ഇതില്ല, ആൻസർ ഇല്ല. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ്റെ ഇൻഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ എഴുതി വയ്ക്കണം. ഓക്കെ, വേറൊരെണ്ണമാണ് ഈ കാണിച്ചിരിക്കുന്നത്, അത് ആര് വെച്ച് കാണിച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെയും പ്രീ ഓർഡർ, ഇൻഓർഡർ, പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ നോട്ടിൽ എഴുതുക. ഓക്കെ, ട്രാവേഴ്സൽ എഴുതി വരുന്ന ആ എക്സ്പ്രഷനാണ് നമുക്ക് എഴുതേണ്ടത്. ഇതേപോലെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഈ എക്സ്പ്രഷനാണ് നമുക്ക് അവിടെ എഴുതേണ്ട. 3 എക്സ്പ്രഷൻസ് വരും, 3 തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. ഈ ക്വസ്റ്റ്യൻ എഴുതണം, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതണം. ഓക്കെ, അടുത്ത അതിൻ്റെ അനിമേഷൻ എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഇൻഓർഡർ ട്രാവേഴ്സലാണ് ഫസ്റ്റ് വരുന്ന. ഇൻഓർഡർ ട്രാവേഴ്സലാകുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ റൂട്ടിൽ നിന്ന് വരുന്നു. റൂട്ടിൻ്റെ ലെഫ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കുന്നു, ബി എടുത്തു. ആൻഡ് ദെൻ വീണ്ടും ബി നള്ളല്ലെങ്കിൽ വീണ്ടും അതിൻ്റെ റൈറ്റിലോട്ട് അതിൻ്റെ ലെഫ്റ്റിലോട്ട് പോകുന്നു. ലെഫ്റ്റ് ഡി എടുത്തു, ഡിയുടെ ലെഫ്റ്റ് നള്ളായിക്കഴിഞ്ഞാൽ ഡിയുടെ ലെഫ്റ്റ് എഴുതത്തില്ല, അടുത്ത ഡി വിസിറ്റ് ചെയ്യും. ഓക്കെ, റൂട്ട് നോഡ് എഴുതി, അത് കഴിഞ്ഞിട്ട് ദെൻ അതിൻ്റെ റൈറ്റ് വരും. ഓക്കെ, റൈറ്റ് വരുമ്പോൾ എച്ച് ആണ് വരുന്നത്, എച്ചിനെ എഴുതി തിരിച്ച് വീണ്ടും കണ്ടോ എച്ചിനെ എഴുതിയിട്ട് തിരിച്ച് ഡിയും എച്ചും വിസിറ്റായി. ഉടനെ ഡിയുടെ മേളിൽ പോയി ബി എഴുതി, ബിയുടെ ലെഫ്റ്റെല്ലാം കഴിഞ്ഞു. സോ ബി എന്ന് പറയുന്ന റൂട്ട് നോഡ് എഴുതി, ദെൻ അതിൻ്റെ റൈറ്റ് എഴുതി, ദെൻ റൈറ്റ് എന്ന് പറയുന്നത് ഇ. ഓക്കെ, അത് അപ്പോൾ രണ്ടെണ്ണവും വിസിറ്റായി കഴിഞ്ഞാൽ നേരെ മേളിൽ പോകും. അപ്പോൾ ലെഫ്റ്റ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ എയുടെ റൂട്ട് നോഡ് എ എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നേരെ റൈറ്റ് വരും. റൈറ്റ് വന്നാൽ ആദ്യത്തെ റൈറ്റ് എഴുതുമോ? ഇല്ല, റൈറ്റിൻ്റെ ലെഫ്റ്റിൽ നോക്കും. അപ്പോൾ എഫ് എഴുതും. എഫ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? റൂട്ട് നോഡ് എഴുതത്തുള്ളൂ. സി എന്ന് പറയുന്ന റൂട്ട് നോഡ് എഴുതി, ദെൻ അത് കഴിഞ്ഞിട്ടതിന് ശേഷം സി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിയുടെ റൈറ്റ് പോകും. റൈറ്റ് പോയാൽ റൈറ്റ് അതുപോലെ എഴുതുമോ? ഇല്ല, റൈറ്റിൽ ലെഫ്റ്റ് ഉണ്ടോ എന്ന് നോക്കും. ലെഫ്റ്റ് ഉണ്ട്, ഐ, അത് ലെഫ്റ്റ് ആദ്യം എഴുതും. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം റൈറ്റ് നോഡ് എഴുതിയതിന് ശേഷം മാത്രമേ റൈറ്റ് എഴുതൂ. പിന്നെ റൈറ്റ് ഒന്നുമില്ല, എല്ലാ നോഡും വിസിറ്റ് ചെയ്തു. അപ്പോൾ ഇൻഓർഡർ ട്രാവേഴ്സൽ ഓഫ് ദിസ് ട്രീ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്? പ്രീ ഓർഡറും കൂടെ കാണിച്ചു തരാം. പ്രീ ഓർഡർ എന്ന് പറയുമ്പോൾ അതിൻ്റെ തന്നെ പ്രീ ഓർഡർ ട്രാവേഴ്സലാണ് നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇതേപോലെ നമ്മൾ മറ്റതുപോലെ തന്നെ എഴുതി നോക്കുക. അതിൻ്റെ പ്രീ ഓർഡറാണ് ഈ പോസ്റ്റ് ഓർഡറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അനിമേഷൻ കാണിക്കാത്ത ഇൻഓർഡറിൽ അനിമേഷൻ കാണിച്ചുകൊണ്ടാണ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് അതിൻ്റെ തന്നെ നിങ്ങൾ ഇതും എഴുതണം കേട്ടോ. പോസ്റ്റ് ഓർഡറും പ്രീ ഓർഡറും ആ എക്സാമ്പിളിൻ്റെ തന്നെ എഴുതുക. ഓക്കെ.